താങ്കൾ എന്നാണ് ഇനി വയനാട്ടിലേക്ക് തിരിച്ചെത്തുക? താങ്കൾ എന്നാണ് വയനാട്ടിലേക്ക് തിരിച്ചെത്തുക? സുർജിത്ത്, എനിക്ക് തോന്നുന്നു ക്രിസ്റ്റീൻ ഐ സി ബാലകൃഷ്ണനുമായി ഫോണിൽ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ എന്നാണ് വയനാട്ടിലേക്ക് തിരിച്ചെത്തുക? ശനിയാഴ്ച അവിടെ എത്തും. ശനിയാഴ്ച ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഞാൻ ഹാജരാകും. അടുത്ത ശനിയാഴ്ച എന്ന് പറയുന്നത് നിയമസഭാ സമ്മേളനത്തിന് ശേഷം. നിയമസഭാ സമ്മേളനം ഉണ്ടല്ലോ. നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് പിറ്റേന്ന് ശനിയാഴ്ച ബഹുമാനപ്പെട്ട കോടതിയുടെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാകും. ഇപ്പൊ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നും ഇന്നും പറഞ്ഞല്ലോ, ഏതൊരു അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. ഞാൻ നിരപരാധിയാണ്. യഥാർത്ഥം നിരപരാധിയായി എനിക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും പേടിക്കേണ്ടതില്ലല്ലോ. ആരെയും കള്ളക്കേസിൽ കുടുക്കി ശിക്ഷിക്കില്ല ഈ നിയമം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായി വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഒളിവിൽ പോയെന്നുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ടു. അത് അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ സാങ്കേതികമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞാൻ ക്ഷേത്ര ദർശനങ്ങൾക്ക് നടത്താറുണ്ട്. മാത്രമല്ല എന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ പോകാറുണ്ട്, അവരെ കാണാറുണ്ട്. ഇതൊക്കെ എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു ഒളിച്ചോട്ടം ഇതിന്റെ അകത്തില്ല. ഏതൊരു അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണം ആണെങ്കിൽ പോലും ഏതൊരു അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ അറിയാലോ എന്റെ സാഹചര്യങ്ങള്. നിലവിൽ താങ്കൾ എവിടെയാണുള്ളത്? ഞാനിപ്പോ തിരുവനന്തപുരത്താണുള്ളത്. ശരി, എന്തായാലും ഐ സി ബാലകൃഷ്ണന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിൽ അദ്ദേഹം പറയുന്നത് താൻ നിരപരാധിയാണ്, ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിഭാഷകർക്കുൾപ്പെടെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് ശനിയാഴ്ച ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്താണ് നിലവിലുള്ളത്, ഒളിവിൽ പോയിട്ടില്ല. ക്ഷേത്ര ദർശനം, ഒപ്പം തന്നെ സുഹൃത്തുക്കളുടെ വീടുകൾ, അവിടെയെല്ലാം തന്നെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അങ്ങനെ പോകാറുണ്ട് എന്നുള്ള പ്രതികരണമാണ് ഐ സി ബാലകൃഷ്ണൻ MLA നടത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം, സന്തോഷം അതെല്ലാം തന്നെ പ്രകടമാണ് ഈ കോൺഗ്രസ്സുകാരുടെ മുഖത്ത്. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ ഐ സി ബാലകൃഷ്ണനും ND അപ്പച്ചനും ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും അതേ തുടർന്ന് മറ്റ് നടപടികളിലേക്ക് കടക്കുകയും അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ഉൾപ്പെടെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ സ്വാഭാവികമായും നാളെ ഞായറാഴ്ച ദിവസം ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുമോ എന്നുൾപ്പെടെയുള്ള ആശങ്ക ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മുഖത്തെല്ലാം തന്നെ വലിയ ആശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കോടതി വളപ്പിൽ തന്നെ അങ്ങനെ ഒരു ആശ്വാസം പ്രകടമായ വിധത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ മുഖത്ത് എല്ലാം തന്നെ ഉള്ളത്. എന്തായാലും ആ നടപടികൾ ഈ നേതാക്കൾക്ക് ആശ്വാസമാണ്, അവർക്ക് ആത്മവിശ്വാസമാണ്. പക്ഷേ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വയനാട്ടിലെ DCC നേതൃത്വത്തെ മാറ്റണം, ഒരു തൃശ്ശൂർ മോഡൽ വയനാട്ടിൽ വരണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നവരുണ്ടല്ലോ. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഈ ഒരു കേസിൽ ഇത്തരത്തിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടായെങ്കിൽ പോലും പാർട്ടിക്കുള്ളിലെ ആ മുഴച്ചു നിൽക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള ഒരു ചികിത്സയും കൂടെയൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാകില്ലേ? എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ തന്നെ അതൊരു പരിധിവരെ അതൊരു പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട്. അതായത് നേതൃമാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടി കൂടുതൽ കരുത്ത് എന്നുള്ള തരത്തിലേക്ക് നേതാക്കൾ എത്തുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ഇതിനകത്ത് കോൺഗ്രസിനകത്തുള്ള വിഷയങ്ങൾ, അത്തരത്തിൽ നേതൃമാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ അതെല്ലാം തന്നെ ഉന്നയിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും അത് ഒരുപക്ഷെ ആ വാദഗതിക്ക് അല്പം ശക്തി കിട്ടിയേനെ. പക്ഷേ നിലവിലിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആശ്വാസം കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് CPIM ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി ഏറ്റെടുത്ത് വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. വലിയ ക്യാമ്പയിനുകൾ എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ നേരിട്ടെത്തി ആ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന ഒരു സ്ഥിതിയാണ്. അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു CPIM. അതുപോലെ തന്നെ ഈ നേതാക്കൾക്കൊക്കെ തന്നെ അതൊരു പ്രതിരോധവും ഉണ്ടാക്കിയിരുന്നു. പക്ഷേ നേതാക്കൾ എല്ലാവരും ഐ സി ബാലകൃഷ്ണൻ MLA
ഉൾപ്പെടെയുള്ളവരെ അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ നിരപരാധിയാണ്, ഞാൻ എവിടെയും ഒളിവിൽ പോയില്ല, ഞാൻ നിയമസഭയിലെത്തിയിരുന്നു, അപ്പോൾ ദൈവത്തിൽ വിശ്വാസമുണ്ട്, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നു. ഏതായാലും കോൺഗ്രസ് നേതാക്കൾക്ക് ഒട്ടാകെ ഒരു ആശ്വാസമായിരിക്കുന്നു. പിന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ജില്ലയിൽ. അത് ഏത് രീതിയിൽ വരും, ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ അതെങ്ങനെയാകും എന്നൊക്കെ നമ്മൾ വരും മണിക്കൂറുകളിലേ അറിയാൻ കഴിയുള്ളൂ.